തദ്ദേശ പോരിങ്ങനെ കടുത്തോണ്ടിരിക്കുകയാണ് മക്കളെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് കടുക്കണതെന്ന്. നെഹി, പാർട്ടിക്ക് പുറത്തുള്ള പോരല്ല, പാർട്ടിക്ക് അകത്തുള്ള പോരാ കടുത്തോണ്ടിരിക്കണത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും. എന്തൊരു കോൺഫിഡൻസ്! കുറെ നാള് മുന്നേ തൊട്ടേ അവര് ഇലക്ഷന് വേണ്ട തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ കോൺഫിഡൻസ് കാണാണ്ടിരിക്കോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമൂഹിക നീതി നടപ്പാക്കുന്നില്ല, പിന്നോക്ക വിഭാഗങ്ങളെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ലിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലുള്ള സവർണ മേധാവിത്വമൊക്കെ ഇങ്ങനെ ചിലപ്പോ പുറത്ത് ചാടും. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കേ. നിങ്ങൾ ആദ്യം തമ്പുരാക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കേ, അപ്പൊ സീറ്റൊക്കെ താനെ വന്നോളൂ. ഗ്രൂപ്പ് ഇല്ലാത്തവർക്കും നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ പിന്നാലെ പോകുവാൻ പെട്ടി തൂക്കി പോകാനൊന്നും സാധിക്കാത്ത ആർക്കും കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ട് എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. യുവതീ-യുവാക്കളെ പരിഗണിക്കാതെയുള്ളൊരു ലിസ്റ്റ് അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായിട്ടാണ് ഞാനും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ഉൾപ്പെടെ ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നത്. രാജിവെച്ച് ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും പാർട്ടിയിൽ ആരെങ്കിലും ബാക്കി കാണുമല്ലോ. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും എല്ലാം ഞങ്ങൾ തൂത്തുവരുന്നാണ് സതീശേട്ടൻ പറയുന്നത്. ആ തൂത്തുവരാനുള്ള പ്രോപ്പർട്ടീസ് ആരും ഉണ്ട് സതീശേട്ടാ? ലൈക്ക് ചൂല്, പിന്നെ തുടയ്ക്കാനുള്ള മോപ്പ്, അങ്ങനെയൊക്കെ. അല്ല, ഈ പോക്ക് പോവുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സമരത്തിനിറങ്ങാൻ ഒരാൾ പോലും കാണില്ലെന്നാണ് സതീശേട്ടാ തോന്നുന്നത്. യൂത്ത് കോൺഗ്രസിന് നല്ല രീതിയിൽ പോരാടി ഇന്നിപ്പോൾ ജനപ്രതിനിധികളായി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ മറന്നു പോകുന്നവർ, അവരെ തല്ലുകൊണ്ട് എല്ലാം നേടിയെടുത്തത് പോലെ തന്നെ ഞങ്ങളും തല്ലുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ കൊള്ളുന്ന തല്ലിനൊന്നും ഒരർത്ഥമില്ലെന്ന് പല ഘട്ടങ്ങളായിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമ്മൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും. ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും. വേണമെങ്കിൽ എനിക്ക് തുടങ്ങുന്നോട്ടാ, അല്ലെങ്കിൽ ചിലരെ പോലെ കനലൊരു തരി ആവേണ്ടി വരും. പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങളാരൊന്നും പറയണില്ല. ഇലക്ഷനൊക്കെ വരില്ലേ, പൊളിക്കണ്ട നമുക്ക്. അടുത്ത തവണയും ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ. അതിന്റെ ആദ്യഘട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്ലൈ ചെയ്യാനുള്ള നീക്കല്ലേ. നമ്മളെല്ലാം അറിയണുണ്ട്. രാമങ്കരിയിൽ CPI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി ചർച്ചകൾക്ക് വിട്ടുവീഴ്ചയോടുകൂടി CPI തയ്യാറായിട്ടും തികഞ്ഞ അഹങ്കാരത്തോടു കൂടിയുള്ള നിലപാടാണ് CPM സ്വീകരിച്ചത്. ശരി, അപ്പൊ മേലെത്തട്ടിൽ മാത്രല്ലേ, താഴെത്തട്ടിലും CPI പോര് നല്ലോണം ഉണ്ടല്ലേ. CPMന് വലിയ നഷ്ടം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവർ തന്നെ ക്ഷണിച്ചു വാങ്ങുന്ന പരാജയമായിരിക്കും. വാ, നമുക്ക് CPMന്റെ കാര്യം നോക്കാം. അവിടെ ഭയങ്കര ഐക്യല്ലേ. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതിനെ പാർട്ടി തീരുമാനിച്ചു. പാർട്ടി ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. മത്സരിക്കാൻ എന്നോട് രംഗത്തിറങ്ങിക്കോളാൻ, പ്രിപ്പയർ ആയിക്കോളാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രനാണ് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എന്ത്? കടകംപള്ളിയുടെ വാക്ക് കേട്ടിട്ട് ഒരാഴ്ച മുന്നേ മൂപ്പര് സ്ഥാനാർത്ഥി കുപ്പായൊക്കെ ഇട്ടിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങി. എന്നിട്ട് ലിസ്റ്റ് വന്നപ്പോ മൂപ്പര് പേര് മാത്രമില്ല. സോ സാഡ്. വ്യക്തിപരമായിട്ട് എന്നോടുള്ള ഇഷ്ടക്കേടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. വേണ്ട, കടകംപള്ളിക്കെതിരെ വെച്ച വേണ്ട. സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളി പണവും ജാതിയും നോക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആനി അശോകന്റെ അവസ്ഥ അറിയാലല്ലേ. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ CPIM BJP ഡീൽ ആരോപണമുയർത്തിയ ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പുറത്താക്കി. പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് നടപടി. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുക. ഇന്നലെ സീറ്റിന് വേണ്ടി കോൺഗ്രസിലെ LDFിലെ ആൾക്കാർ ഇങ്ങനെ തമ്മിൽ തലണത് കാണുമ്പോ നാട്ടുകാർ എന്താ വിചാരിക്കല്ലേ? ചർച്ചകളൊന്നുമില്ലാതെ ഏകപക്ഷീയമായി ആദ്യം 46 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 18 ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. അവർ മുന്നണി മര്യാദ പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ മുന്നണി മര്യാദ പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. NDAക്കകത്ത് ഏകാധിപത്യ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവാണെന്നല്ലേ നിങ്ങളുടെ ഘടകകക്ഷി പറഞ്ഞത്. തർക്കിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. ഇലക്ഷൻ കഴിയുന്നത് വരെ ഇനിയും എന്തോരം അടിയും ബഹളവും രാജികളും കാണേണ്ടി വരുമോ എന്തോ.